എല്ലാവർക്കും റിയാസ് വില്ലേജ് ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന അവിൽ കൊണ്ട് ഒരു വെറൈറ്റി പലഹാരമായിട്ടില്ലേ, നമുക്കത് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ: അവിൽ, തേങ്ങ, വെല്ലം, അണ്ടിപ്പരിപ്പ്, ഏലക്ക പൊടിച്ചത്. അപ്പോൾ അതിനൊരു പാനിൽ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അവിലൊന്ന് വറുത്തെടുക്കാം. നമ്മളെ അവിൽ വറുക്കുമ്പോഴേ അവിൽ കരിയാതെ നോക്കണം. അപ്പോൾ നമ്മൾ അവിലിട്ടിൽ ഏകദേശമൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് തരേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ്, 2 കപ്പ് അവിൽ. തേങ്ങയിൽ വെള്ളം പാടില്ല, അത് പോണ വരെ നന്നായിട്ട് വറുക്കണം. അപ്പോൾ നമ്മൾ അവിലും തേങ്ങയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, അതിൻ്റെ വെള്ളമൊക്കെ ഏകദേശമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മളെ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. അതിന് നമുക്ക് ലേശം നെയ്യ് വെച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് റെഡിയായി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് വാങ്ങിയേക്കാം. ഇനി നമുക്ക് നമ്മളെ വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കണം. നമ്മളെ വെല്ലം നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉരുക്കിയെടുക്കാൻ പറ്റും. വെല്ലം നന്നായിട്ട് കുറുകി വന്നിട്ട് നമുക്ക് ഇനി വാങ്ങിയേക്കാം. അപ്പോൾ നമ്മളെ ശർക്കര നമ്മൾ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റേ പാനിൽ ചെറുതാണ്ട് വേറെ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം ഏലക്കായിട്ട് കൊടുക്കാം. ഏലക്കായിട്ട് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച് അവിലിട്ട് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ട് മിക്സാക്കണം. രണ്ടും കൂടെ നന്നായിട്ട് മിക്സായി വരണം. ഇനി നമുക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മളെ അവിലും തേങ്ങയും അതുമാതിരി നെയ്യും വെല്ലം എല്ലാം മിക്സായി നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റാം. ട്രേയിലേക്കിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലും നമുക്കിതൊരു കേക്ക് മാതിരി കിട്ടുള്ളൂ. പിന്നെ ചൂടോട് കൂടെ ഇതിലിടും വേണം. അപ്പോൾ നമ്മളത് ട്രയലാക്കിയിട്ടുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണില്ലേ. ഇതൊന്ന് തണുക്കാൻ വെക്കുക. അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ മക്കളെ, നമ്മളെ അവിലോണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ പലഹാരം റെഡി ആയിട്ടുണ്ട്. സംഭവം വെരി ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സംഭവം നല്ല ടേസ്റ്റാണ്, മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ മക്കളെ, നമ്മളെ അവിലോണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ പലഹാരം റെഡി ആയിട്ടുണ്ട്. സംഭവം നല്ല സോഫ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എന്തായാലും ഇത് കഴിക്കുമ്പോൾ അവലിൻ്റെ ഒരു ചുവയും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെയും ബൈ.